നമ്മളിതാ വരികയാണ് നമ്മുടെ ആഫ്രിക്കയിലെ ഗാനയിൽ നിന്നും കേരളത്തിലേക്ക്, നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക്. നമ്മുടെ ആഫ്രിക്കയിലെ ഗാനയിൽ നിന്നും എത്യോപ്യയിലെ അഡിസ് അബബയിലേക്കും അവിടെ നിന്ന് മുംബൈയിലേക്കും, മുംബൈയിൽ നിന്ന് നമ്മുടെ സുന്ദര കേരളത്തിലേക്കുമുള്ള നീണ്ട 24 മണിക്കൂറത്തെ യാത്രയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഗാനയിലെ ഞങ്ങളിപ്പോൾ വന്ന എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണിത്. ഹലോ, നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല കേട്ടാ, നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടില്ലേ. ഒരാള് ഒരു കുപ്പിയും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതേതാ? ആഹാ, എന്താ പുഞ്ചിരി. ഗദ ഗദ, എന്ത് രസല്ലേ, കളർഫുൾ ആയിട്ട്. ഇതാരാ? നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അവര് നോക്കുന്നുണ്ട് കേട്ടാ. അതാ ആമി കയ്യില്, ആമീന്റെ കയ്യില്. ഹലോ, ആമി തിരിഞ്ഞു പോയി. ആമി നമുക്ക് ബ്രേസ്ലെറ്റ് സംഭവങ്ങളൊക്കെ. ഒരുപാട് സമയമുണ്ട് ഇനിയും. ഞങ്ങളിങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി ഇങ്ങനെ നടക്കുകയാണ്. ഓരോ ഷോപ്പ് കയറി ഇറങ്ങി, വെറുതെ സമയം കളയണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട്. നല്ല അടിപൊളി ബാഗ്സ് ഉണ്ട്. അമ്മയ്ക്ക് ഏതാ ഇഷ്ടമായത്? അതാണോ? എടുക്കരുത് കേട്ടോ. ഞങ്ങൾ ചെല്ലുന്നത്, നാട്ടിലേക്ക് പോകുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് അറിയില്ല. എന്നാണ് വരുന്നത്, ഏതാണ് എന്നൊന്നും അവർക്കറിയില്ല. ഞങ്ങൾ സർപ്രൈസായിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ഞങ്ങൾക്ക് കിട്ടിയ ഫ്ലൈറ്റ്, ഞങ്ങൾ എത്യോപ്യ പോയിട്ട് അവിടുന്ന് അങ്ങനെ നാട്ടിലേക്ക്, ബോംബെയിലേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് നമ്മളെ കാലിക്കറ്റിലേക്ക്, അങ്ങനെയാണ് ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തിട്ടുള്ളത്. പോകാൻ വേണ്ടിയിട്ട് എന്നോ കാത്തിരിക്കുന്ന ഒരാളാണ് ഇയാള്. എന്നും രാവിലെ നീറ്റിണ്ടെങ്കിൽ നമ്മളിനി എന്നാ നാട്ടിലേക്ക് പോവാന്നാ ചോദിക്കുക. സമയം പോവാൻ വേണ്ടിട്ട് അപ്പം ചുട്ട് കളിക്കുന്നു. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. നമ്മളിനിപ്പോൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ബാഗൊക്കെ ഇട്ട് റെഡി ആയിട്ടതാ ഒരാളിവിടെ നടക്കുന്നു. ആ ബാഗ് ഇതുവരെ താഴെ വെച്ചിട്ടില്ല. വന്നതിന് ശേഷം ബാഗ് ഇട്ടിട്ട് തന്നെയാണ് നടക്കുന്നത്. അമ്മീനോട് ഹായ് പറയണോ? ഹായ് പറ. നമ്മളിതാ അങ്ങോട്ടാണ്.
നടന്നോളൂ. അച്ഛൻ്റെ അടുത്തേക്ക് ഓടി പോയിക്കോളൂ. അച്ഛനെന്താ പോണു? ടൈം പാസിന് ഇതാ നമുക്കിതാ ഇവിടെയുള്ള സ്ക്രീനിൽ പരിപാടികളുണ്ട്. അൻഷു ഗെയിമല്ലേ, പിള്ളേർക്ക് പറ്റിയ ഗെയിംസ് ഇതാ. അതാ ഫ്ലൈറ്റ് എടുക്കാൻ പോവാണേ. അതാ ഭക്ഷണത്തിന്റെ സമയമായിട്ടുണ്ട് ഇപ്പോൾ. വിശക്കുന്നുണ്ടോ? എന്താ കഴിക്കാനുള്ളതെന്ന് അറിയില്ല. അപ്പൊ ഫുഡ് എത്തിയിട്ടുണ്ട്. എന്താണിത്? ബിസ്ക്കറ്റ്സ് ഉണ്ട്, ഒരു ബ്രെഡ് ഉണ്ട്, സംതിങ് കസ്റ്റാർഡ് മാതിരി എന്തോ ഐറ്റം ഉണ്ട്, ബട്ടർ. പിന്നെ ഞങ്ങളെടുത്തത് ചിക്കൻ്റെ ഇതാണ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് കേട്ടോ. ഇതാ ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ ചിക്കൻ കറിയും റൈസും. അപ്പം ഭക്ഷണം കഴിക്കാം നമുക്ക്. എന്തായാലും എങ്ങനെയുണ്ട്? ചിക്കനോട് വാങ്ങിച്ചത് റൈസ് നമ്മൾ സാധാ റൈസ് പോലെ കഴിക്കാം. ചിക്കൻ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. അങ്ങനെ നമ്മളിപ്പോൾ എത്യോപ്യയിൽ അഡിസ് അബാബയിലെത്തി. ഇവിടുന്ന് ഒരാൾ എണീറ്റ് ചാടി മറിഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട് ലാൻഡിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ. കുട്ടി, നമ്മൾ എവിടെ എത്തിയേ? അമ്മമ്മ വീട്ടിലെത്തിയേ? ഇനിയും പോവാണ്ട്. ഇങ്ങോട്ട് പോവാ. ബാഗും കൈക്കലാക്കിട്ട് നിൽക്കുകയാണ്. ബാഗ് വേറെ ആരെങ്കിലും എടുത്താലോ? അതാണ് ആണല്ലേ. ബാഗിൽ എന്താ ഉള്ളത് അമ്മേ? എന്തൊക്കെ ബാഗിലുള്ളത്? ചോക്ലേറ്റ് ഉണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഇന്നതെല്ലാം എത്യോപ്യയിലേക്ക് ഇറങ്ങാണ്. ഇവിടെ ഇനി ഒരു 3 മണിക്കൂറുണ്ട് അടുത്ത ഫ്ലൈറ്റിന്. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ. മഞ്ഞ് മൂടി കിടക്കുന്നേ. നമ്മൾ വന്ന ഫ്ലൈറ്റ് ഇതാ. നമ്മളിപ്പോൾ അഡിസ് അബാബയാണ് എത്തിയത്. ഇനി 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഫ്ലൈറ്റ്. അതുവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. അയ്യോ, നോക്കിയൊക്കെ ബിസിയസ്റ്റ് എയർപോർട്ട് നമ്മൾ വിചാരിക്കുന്നത് ദുബായ് ഒക്കെയാണ്. ദുബായിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവണമെന്നില്ല, പക്ഷെ അത്രയും എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല തിരക്കില്ലേ? നല്ല തിരക്ക്, ഭയങ്കര. അത് ഈ ടൈമിലാണെങ്കിൽ ഒരുപാട് ഫ്ലൈറ്റ്സ് ഉണ്ട് തോന്നുന്നു കണക്ഷൻ. അതാണ് ഇപ്പൊ 9 മണി 10 മണി സമയം. 9 മണി 10 മണി സമയം. നമ്മളെ ഗേറ്റിന്റെ അടുത്തേക്ക് നമുക്ക് പോവാം. കൈ പിടിച്ചോ, രണ്ടാളും കൈ പിടിച്ച് നടക്ക്. വിശക്കുന്നുണ്ട് അല്ലേ? നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇതാണ് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ്. 12:20 AM 8 AM.
അപ്പൊ ചേച്ചി നമുക്ക് ഏട്ടൻ്റെ അടുത്തേക്ക് പോവാം. ഏട്ടൻ ഏതേട്ടനാ? പുതിയ ഏട്ടനാ? മക്കൾക്കൊക്കെ വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ തപ്പി ഇറങ്ങിയതാണ്. നമുക്കിവിടെ എവിടെയെങ്കിലും നല്ല സ്ഥലം നോക്കാം. ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലവും തപ്പി നടന്നപ്പോഴാണ് ഞങ്ങൾ ഇവരെ കണ്ടത്. ഇവിടെ എത്തി ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോഴും ഇവർ തന്നിട്ടുള്ളൊരു വൈബ് ഉണ്ടല്ലോ, അത് വളരെ രസമായിരുന്നു. ഈ ഒരു വൈബേ വേറെ ഒരു എയർപോർട്ടിൽ പോയിട്ടും കിട്ടിയിട്ടില്ല. അങ്ങനെ അതാ നമ്മൾ കാത്തുന്ന സാൻഡ്വിച്ചസ് വന്നു. ബർഗർ പോലെ തന്നെ ഉണ്ട്, പക്ഷെ ഇവിടുത്തെ സ്പെഷ്യൽ ഇതാണെന്ന്. ആമി ചിക്കൻ അല്ലേ, ചിക്കൻ ഗ്രിൽഡ് ബാർബിക്യൂ വൺ. അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങാം. ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുന്ന ശരത്തേട്ടനെ എല്ലാവരും കൂടി വന്നിട്ട് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അടിപൊളിയായിരുന്നു. അവരിതാ കൊണ്ടുവന്നതാ അവരുടെ ടിപ്പിക്കൽ ബ്രെഡ്, എത്യോപ്യൻ അവരുടെ ഹിസ്റ്ററി കാർഡൊക്കെ വെച്ചിട്ട് അവർ നമുക്ക് കൊണ്ടു തന്നതാ. ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. കഴിച്ചു നോക്കാം. ധന്യ അതിലെന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നു നോക്ക്. ധന്യ നോക്ക്, നമ്മളെ ഈ മറ്റേ ഇലയിൽ ഉണ്ടാക്കില്ലേ, വാഴയിലയിൽ അല്ലേ കഴിച്ച പഴം, നമ്മളൊരു പഴം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നൊരു വികാരമില്ല.
സത്യം. ഉപ്പില്ല, മധുരമില്ല. ഷുഗർ കൂടുതലല്ലേ, അപ്പൊ കുറയ്ക്കാൻ വേണ്ടിട്ട്. ഇടിച്ചിട്ട് കൂട്ടാതെ പിന്നെ ഒരാൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എത്യോപ്യയിലെ അഡിസ് അബാബയിൽ എയർപോർട്ടിലുള്ള ഒരു ജോയിൻ്റാണ്. മസ്റ്റായിട്ടും ഞാൻ പറയട്ടെ, ഇത്രയും എൻജോയ് ചെയ്ത അടുത്തൊരു പരിപാടി നമുക്കുണ്ടായിട്ടില്ല. നമ്മൾ കഫേ പോവുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് പോരാന്നല്ലാതെ ഇത് അത്രയാണ് കസ്റ്റമേഴ്സിനെ അവർ 100% സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ മസ്റ്റ് ആൻഡ് ഷുഡ് ട്രൈ ആണ്. എല്ലാവരും വരികയാണെങ്കിൽ യു വിൽ എൻജോയ്. അപ്പോൾ നമ്മൾ അഡിസ് അബാബയിൽ നിന്ന് പോവാണ്. എത്യോപ്യനോട് യാത്ര പറഞ്ഞുകൊണ്ട് അടുത്ത യാത്ര മുംബൈയിലേക്ക്. മുംബൈയിൽ പിന്നെയും ഞങ്ങൾക്ക് അവിടെ ട്രാൻസിറ്റ് ഉണ്ട്. അതെ, അവിടെ ഞങ്ങൾക്ക് പിന്നെ ഒരു 6 മണിക്കൂറുണ്ട്. 6 മണിക്കൂറിന് ശേഷമേ കാലിക്കറ്റിലേക്ക് ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പോൾ വാ, ഞങ്ങളിവിടെ എത്തിയപ്പോൾ പരിചയപ്പെട്ട നമ്മളെ മലയാളി ഫാമിലിയാണ് ഇവര് മാഹിയിലും കോഴിക്കോട് തന്നെയാണ് ഇവരുള്ളത്. അംശു, അമീനെ നോക്കണേ. ആമിക്കുട്ടി, അൻഷോട്ടനെ പിടിക്കണേ. അങ്ങനെ ഞങ്ങൾ മുംബൈക്കുള്ള ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, എത്യോപ്യയിലൂടെ വരുന്നൊരു രീതി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സീരിയസ്ലി നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗം ഞങ്ങൾ ആ ഒരു 2 മണിക്കൂർ ഞങ്ങൾക്ക് സമയം പോയത് അറിഞ്ഞിട്ടില്ല. സോ മുംബൈയിൽ വെച്ചിട്ടുണ്ട് ഈ യാത്ര. എനിക്ക് ചില ഓർമ്മകൾ കൂടിയാണ്. ആ കഥ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലർക്കൊക്കെ അറിയുണ്ടാവും ഈ എത്യോപ്യയിലൂടെയുള്ള യാത്രയുടെ കഥകൾ. എന്നെ അറിയുന്നവർക്ക് അത് വലിയ കഥയാണ്. നമുക്ക് പിന്നെ കാണാം. അത് വിശദമായിട്ടൊരു എപ്പിസോഡ് എന്ന് പറയേണ്ടി വരും.